أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإذا النجوم طمست وإذا السماء فرجت وإذا الجبال نسفت وإذا الرسل أقتت لأي يوم أجلت ليوم الفصل وما أدراك ما يوم الفصل ويل يومئذ للمكذبين. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുർസലാത്തിലെ 8 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദൻ നുജൂമു തുമിസത്. നജ്മ്, നുജൂമ് നക്ഷത്രങ്ങൾ. വഇദൻ നുജൂമു തുമിസത് നക്ഷത്രങ്ങൾ കെടുത്തപ്പെടുമ്പോൾ, നക്ഷത്രങ്ങളുടെ വെളിച്ചം അണയുമ്പോൾ. വൈദസ്സമാഉ ഫുരിജത് ആകാശം പൊട്ടിപ്പിളരുമ്പോൾ, ആകാശം പിളരുമ്പോൾ. വൈദൽ ജിബാലു നുസിഫത്ത് പർവ്വതങ്ങൾ ഇടിച്ച് തകർക്കപ്പെടുമ്പോൾ, പർവ്വതങ്ങൾ ഇടിച്ച് പൊടിക്കപ്പെടുമ്പോൾ. വൈദർ റുസുലു ഉഖ്തത് പ്രവാചകന്മാർ സമയം നിശ്ചയിക്കപ്പെടുമ്പോൾ, പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ ദൂതന്മാർ ഊഴമിട്ട് ആനയിക്കപ്പെടുമ്പോൾ. ലിഅയ്യി യൗമിൻ ഉജ്ജിലത് ഏത് ദിവസത്തിലേക്കാണ്, ഏത് നാളിലേക്കാണ് ഇതെല്ലാം സമയം നിശ്ചയിക്കപ്പെട്ടത്, ഇതെല്ലാം നീട്ടിവെച്ചിരുന്നത്. ലി യൗമിൽ ഫസ്ല് വേർതിരിക്കപ്പെടുന്ന ദിവസത്തിലേക്ക്. വമാ അദ്റാക മാ യൗമുൽ ഫസ്ല്. യൗമുൽ ഫസ്ൽ അഥവാ വേർതിരിവിൻ്റെ നാൾ എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ? വൈലുൻ യൗമൈദിൻ ലിൽ മുകദ്ദിബീൻ. വൈലുൻ നാശം, യൗമൈദിൻ അന്നത്തെ ദിവസം, ലിൽ മുകദ്ദിബീൻ സത്യനിഷേധികൾക്കാണ്. അന്നേ ദിവസം വൈല് ഏറ്റവും വലിയ നാശം, ലിൽ മുകദ്ദിബീൻ സത്യനിഷേധികൾക്കാണ്. ലോകാവസാനത്തിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ് ഇവിടെയും പരാമർശിക്കുന്നത്. നക്ഷത്രങ്ങൾ, സൂര്യനുൾപ്പെടെയുള്ള നക്ഷത്രങ്ങൾ വെളിച്ചം സദാ നൽകിക്കൊണ്ടിരിക്കുന്നവയാണ്, കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്നവയാണ്. അവയുടെ പ്രകാശം കെട്ടുപോകും, പ്രകാശമില്ലാത്ത അവസ്ഥയാകും. അതേപോലെ ആകാശം, ഇപ്പോൾ കാണുന്ന ഈ ഒരു മേലാപ്പ് പോലെ നമുക്ക് തോന്നിക്കുന്ന ആകാശം അന്ന് മറ നീക്കി പുറത്തു വരും. അവിടെ ഒന്നും ഉണ്ടാവില്ല, ഒട്ടിപ്പിളരും. അത് മേലോട്ട് അങ്ങോട്ട് കാണാൻ പറ്റുന്ന രൂപത്തിൽ മൊത്തമായിട്ട് തുറന്നിരിക്കുന്ന ഒരവസ്ഥ അവിടെ സംജാതമാക്കും. പർവ്വതങ്ങൾ അവ ഇടിച്ച് പൊടിച്ച് പൊടിയായി തീരുന്ന ദിവസം. നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പർവ്വതങ്ങൾ പോലും ധൂളികളായി തീരുന്ന ദിവസം. അങ്ങനെ ഒരു മറയും ഇവിടെ നിന്ന് അങ്ങോട്ട് കാണാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു മറയും നിലനിൽക്കാത്ത ഒരവസ്ഥ. പ്രവാചകന്മാർ
സമയം നിശ്ചയിക്കപ്പെട്ട് കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമയം നിശ്ചയിക്കുകയാണ്, സ്വന്തം ജനതയ്ക്കിടയിൽ എതിരെ സാക്ഷി പറയാൻ വേണ്ടിയിട്ട്. ഓരോ പ്രവാചകനും വരേണ്ട സമയമുണ്ട്. ആ സമയമനുസരിച്ചുകൊണ്ട് ഓരോ പ്രവാചകനും തങ്ങളുടെ സമുദായത്തെ സംബന്ധിച്ച് അവർക്ക് ബോധിപ്പിക്കാനുള്ള കാര്യങ്ങൾ അള്ളാഹുവിൽ പറയാൻ വേണ്ടി വരും. മറ്റൊരു നിലക്ക് വിജയവും പരാജയവുമൊക്കെ ഏറ്റുവാങ്ങാൻ വേണ്ടി ഓരോ പ്രവാചകന്മാരും അവരുടെ അനുയായികളും ഒത്തുകൂടുന്ന സന്ദർഭമെന്നും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, ലി അയ്യ യോമിൻ ഉജ്ജിലത്, ഏത് നാളത്തേക്കാണ് ഇതെല്ലാം നീട്ടിവെച്ചിട്ടുള്ളത്? ആ ദിവസത്തിൻ്റെ ഗാംഭീര്യത്തെ സംബന്ധിച്ച് ഒരാശ്ചര്യ രൂപത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. സത്യനിഷേധികൾക്ക് ശിക്ഷ നൽകുക, സത്യവിശ്വാസികൾക്ക് പ്രതിഫലം നൽകുക, വിചാരണ ചെയ്യുക, നീതിയുടെ തുലാസ് സ്ഥാപിക്കുക, ഇതൊക്കെ ഈ സത്യവിശ്വാസികൾക്കും സത്യനിഷേധികൾക്കും അവരുടെ പ്രവർത്തനത്തിനനുസരിച്ചുള്ള രക്ഷാശിക്ഷകൾ ലഭ്യമാക്കാനുള്ള സന്ദർഭമാണ്. അതിലേക്ക് വേണ്ട എല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഈ സൂചന. ഈ ദിവസത്തിലേക്കായിരുന്നു അള്ളാഹു ഇതെല്ലാം നീക്കിവെച്ചത് എന്നർത്ഥം. എന്നിട്ട് ആ ദിവസത്തെപ്പറ്റി പറയുകയാണ്, ലിയോമിൽ ഫസ്ൽ, സത്യവും അസത്യവും വേർതിരിയുന്ന ദിവസം, സത്യവിശ്വാസികളും സത്യനിഷേധികളും വേർതിരിക്കപ്പെടുന്ന ദിവസം, സ്വർഗവാസികളും നരകവാസികളും വേർതിരിക്കപ്പെടുന്ന ദിവസം. വമാദ്രാക്കമായ മുൽഫസ്ൽ, ഒന്നുകൂടി അതിനെ തറപ്പിച്ച് പറയാൻ വേണ്ടി അള്ളാഹു ഉപയോഗിക്കുകയാണ്. എന്താണ് യൗമുൽ ഫസ്ൽ എന്നാൽ നിനക്കറിയാമോ? വൈലുൻ യൗമ ഇതിലിൽ മുക്കദ്ദിബീൻ, അന്ന് സത്യനിഷേധികൾക്കാണ് വൈല് എന്ന നാശം അന്ന് നൽകപ്പെടുക. നരകത്തിലെ ഏറ്റവും ചൂടുള്ള ഭാഗമാണ് വൈല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ സൂറത്തിൽ ഇതേ വാചകം വൈലുൻ യൗമൈദിലിൽ മുക്കദ്ദിബീൻ എന്ന് 10 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. സത്യത്തെ നിഷേധിക്കുന്ന ആളുകൾക്കാണ് വൈല് എന്ന് പറയുന്ന ഏറ്റവും ചൂട് കൂടിയ നരകഭാഗം ഒരുക്കി വച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഏകത്വം അത് നിഷേധിച്ചവർ, അതേപോലെ തന്നെ പ്രവാചകന്മാരുടെ നിയോഗം, ഓരോ പ്രവാചകൻ്റെയും അനുയായികൾക്ക് വേണ്ടി പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്നത് അത് നിഷേധിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ പരലോകം അങ്ങനെ ഒന്നുണ്ട്, സത്യവും അസത്യവും വിചാരണയ്ക്ക് ശേഷം നിശ്ചയിക്കപ്പെടുന്ന ഒരു നാളുണ്ട് എന്നത് നിഷേധിക്കപ്പെടുന്ന ആളുകൾ. ഈ നിഷേധികൾക്കെല്ലാം വൈല് എന്ന് പറയുന്ന ഏറ്റവും ചൂട് കൂടിയ നരകഭാഗം നീക്കി വച്ചിരിക്കുകയാണ്. വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടി ശ്രദ്ധിക്കുക. അള്ളാഹുവിൻ്റെ സ്വർഗം, നിരന്തര സ്വർഗം ലഭ്യമാകാൻ വേണ്ടിയുള്ള പണികളിൽ അകപ്പെടുക, ഏർപ്പെടുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.